Hi, hello, welcome to Ilu Baby's YouTube channel. So Ilu Babyയുടെ യൂട്യൂബ് ചാനല് നമ്മളിപ്പോ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. സോ അപ്പൊ ഇന്ന് ക്രിയേറ്റ് ചെയ്തിട്ട് ഞങ്ങൾ ഇന്നൊരു വീഡിയോ പോസ്റ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. സോ അപ്പൊ നമ്മൾ ഇവിടെ ഇരിക്കുന്ന എല്ലാം കണ്ടിട്ട് ഇപ്പൊ മനസ്സിലാവുന്നുണ്ടാവും, ഇതൊരു ഗിഫ്റ്റ് അൺബോക്സിംഗ് വീഡിയോ ആണ്. ഞങ്ങളുടെ ആദ്യത്തെ വീഡിയോ തന്നെ ഞങ്ങൾ ഇലു ബേബിയുടെ അൺബോക്സിംഗ് ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. യെസ്, ആക്ച്വലി നമുക്കങ്ങനെ വ്ലോഗ് ചെയ്തിട്ട് വലിയ പരിചയമൊന്നുമില്ല. സോ ലാഗ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ 2x ഇട്ടിട്ട് കാണണം. സോ ഇപ്പൊ നമ്മള് ഇലു ബേബിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ ഡേറ്റ് January 11, 2026. ഇലു ബേബിക്ക് 1 year old ആയി. സോ നമ്മൾ ജസ്റ്റ് ഒരു ചെറിയ ബർത്ത്ഡേ പാർട്ടി ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ബർത്ത്ഡേ പാർട്ടിയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും വന്ന ഒത്തിരി ഗിഫ്റ്റ് തന്നു, വിഷസ് പറഞ്ഞു. സോ വന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ആൻഡ് വിഷസ് ഒരുപാട് പേര് നമുക്ക് വാട്സപ്പിലോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് അയച്ചു. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. സോ നമുക്ക് ഗിഫ്റ്റ് അൺബോക്സിലോട്ട് നോക്കാം. കുറെ ഗിഫ്റ്റ് ഉണ്ട്, ഇതെല്ലാം നമുക്ക് പെട്ടെന്ന് അൺബോക്സ് ചെയ്യാം. ഓക്കെ, ഇലു ബേബിയുടെ ഗിഫ്റ്റ് ആണെങ്കിലും ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെന്റ് ആണ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിട്ട്. സോ ഇടയ്ക്കിടയ്ക്ക് ഇലു വരുമായിരിക്കും അല്ലേ? ഇലു വരും. ഇലുവിന്റെ വർത്താനം ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ നമുക്ക് മ്യൂസിക് പോലെ കേൾക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. ഞങ്ങക്ക് കിട്ടിയ ആദ്യത്തെ ഫസ്റ്റ് ഇലുവിന് വന്നപ്പോ ഗിഫ്റ്റ് തന്ന ഇലുവിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ചിന്മയാണ് ഇലുവിന് ഗിഫ്റ്റ് കൊടുത്തത്. ഇലുവിന്റെ ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇലു പറഞ്ഞിട്ടുണ്ട് ഇലുവിന്റെ ഫസ്റ്റ് ഗിഫ്റ്റ് ആയില്ലോ, വേഗമായോ ഇലു ബാ. ഓക്കെ, ഇത് ഓപ്പൺ ചെയ്തേ. സോറി, ചെറിയ ജലദോഷം. കൊള്ളാലോ സാധനം. എനിക്ക് ഇങ്ങനെ നടന്ന് പോകുന്നു ഇല്ലേ? ബാറ്ററി കണ്ടിട്ട് ഇലു വരുന്നുണ്ടേ. ഇലു ഓക്കെ, നമുക്ക് ഫസ്റ്റ് ആയിട്ട് നെക്സ്റ്റ് പൊട്ടിച്ചോ. അടുത്ത ഗിഫ്റ്റാ. ഓക്കെ, നെക്സ്റ്റ് ഗിഫ്റ്റ് ഇതാരാ തന്നേന്ന് അറിയില്ല, എല്ലാവരുടെയും പേരൊന്നുമില്ല, അതുകൊണ്ട് ആരാന്നറിയില്ല. ഞങ്ങൾക്ക് പറ്റിയതുണ്ടെങ്കിൽ ഞങ്ങളും ചെറുതായിട്ട് അതിൽ നിന്ന് ഓരോന്നെടുക്കും. ഇലു ബേബി ഞങ്ങൾക്ക് തരുവോ? ഇലുവേ സോറി, ഒന്നാമത്തെ ഗിഫ്റ്റ് ഇലുവിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇലു അത് വെച്ച് കളിക്കുവാണ്. കത്രക ഇട്ട് തന്നെ കേൾക്കണം. ശരിക്കും പറഞ്ഞാല് നമുക്ക് യൂട്യൂബിൽ ഇങ്ങനെ വ്ലോഗ് ഒന്നും ചെയ്തിട്ട് അറിഞ്ഞൂടാ. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ കളയാ. ഇലുവിന് ഫ്യൂച്ചറില് ഇതെല്ലാം കാണാനല്ലോ. ഇതെന്താണ്? ഫ്യൂച്ചറിസ്റ്റിക് ബബിൾ ഗൺ. മറ്റിങ്ങനെ കൊമള സാധനം. സൂം ചെയ്തെടുക്കും. ഇലുവിന് ഇത് ഉപയോഗിക്കാനുള്ള പ്രായം ആയിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ ഇത് ഉപയോഗിക്കും ചിലപ്പോ. ഇലുവിന്റെ രണ്ടാമത്തെ ഗിഫ്റ്റാ. ഇത് തന്ന ആരാന്ന് അറിയില്ല. തന്ന ആൾക്ക് താങ്ക് യു. പിന്നെ അടുത്ത ഗിഫ്റ്റ് ഇത് തന്ന ആളുടെ പേരുണ്ട്. ഓക്കെ, ബെസ്റ്റ് വിഷസ്, ഹാപ്പി ബർത്ത്ഡേ ഇലോറ ഫ്രം നന്ദിനി. ഓക്കെ, നന്ദിനി സിസ്റ്റർ നമ്മുടെ നെക്സ്റ്റ് ഫ്ലാറ്റിലെ നൈബറാണ്. നല്ല ഫ്രണ്ട്സ് ആണ് നമ്മുടെ. ലിബിക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒത്തിരി സംസാരിച്ചായിരുന്നു കഴിഞ്ഞ ദിവസമൊക്കെ. ഇത് കാർഡ് ഇൻസേർഷൻ ലേണിംഗ് മെഷീൻ. ഇത് നമ്മള് കാർഡ് ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിനുള്ള പേര് പറയും. ആനിമൽസിന്റെ ഒക്കെ പേര് പറയുന്നത്. ഇതെല്ലാരും കണ്ടിട്ടുള്ളതായിരിക്കും. ഇത് ഓപ്പൺ ചെയ്യുന്നുള്ളൂ. ചെയ്യാം, എനിക്ക് കാണണമെന്നുണ്ട്. ഓപ്പൺ ചെയ്യാം. ആക്ച്വലി ഇനി ഇവിടെ കളിച്ചോണ്ടിരിക്കുന്നത് കേട്ടോ, നല്ല രസമുണ്ട്. ഇതിന്റെ ഉള്ളില് കാർഡ് ഇടണം. ഇതാണ് സാധനം. നഖമില്ല, എന്നാലും ഞങ്ങൾ ചെയ്യും. ഇതില് ഇത്രയും കാർഡ്സ് ഉണ്ട്. ഈ കാർഡ്സ് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ സൗണ്ട് ഇത് ഓൺ ചെയ്ത് കഴിയുമ്പോൾ അതേതാന്ന് കുട്ടികൾക്ക് കിഡ്സിനൊക്കെ ലേൺ ചെയ്യാനുള്ള നല്ലൊരു വഴിയാണ്. അവരുടെ വീട്ടിൽ ഒരു കുഞ്ഞു ബേബി ഉണ്ട്, അപ്പൊ അതുകൊണ്ട് അവര് നമുക്ക് അങ്ങനെ ഒരു ഗിഫ്റ്റ് റെഡിയാക്കി തന്നു. താങ്ക് യു. സോ നെക്സ്റ്റ് ഓക്കെ, ഇതില് ഞങ്ങൾ പറയുന്നത് കേട്ടോണ്ടിരിക്കുകയാണെങ്കിലും ഇതില് ഇതാണ് തന്നേന്ന് പേര് ഇതിലില്ല. വേണമെങ്കിൽ നല്ലൊരു ഇത് നല്ലൊരു സോഫ്റ്റ് ടോയ്, നല്ല രസമുണ്ട്. ഇലുവിന്റെ ഫേവറേറ്റ് കളറാണ് പിങ്ക്. ഇലുവിന്റെ ഫേവറേറ്റ് ആണോ എന്ന് അറിയത്തില്ല. ആക്ച്വലി ഗേൾ ബേബി ആയതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും പിങ്ക് ആണ് പ്രിഫർ ചെയ്യുന്നത്. അങ്ങനെയൊന്നുമല്ല, ജസ്റ്റ് ഞങ്ങൾക്കൊരു സന്തോഷത്തിൽ
അത് നമുക്ക് ഓക്കെ ഓൾറൈറ്റ്. നെക്സ്റ്റ് ഗിഫ്റ്റ് ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ ഒന്ന് ഓപ്പൺ ചെയ്ത് അതിന്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. ഓക്കെ, സോ അത് ഇതാണ് ആനിമൽസ്. ആനിമൽസിൽ 1 2 3 4 5 ആനിമൽസ് ഉണ്ട്. ഓക്കെ, താങ്ക് യു. വൈൽഡ് ആനിമൽസ്. ഞങ്ങൾ ആദ്യം ബർത്ത്ഡേയുടെ തീം ആനിമൽ ആക്കണം എന്നൊക്കെ വിചാരിച്ചാണ്. ഓക്കെ, നെക്സ്റ്റ് ബോക്സ് നമുക്ക് ഓപ്പൺ ചെയ്യാം. നെക്സ്റ്റ് ഈ ബോക്സ് ഇത് എനിക്ക് തോന്നുന്നു ബേബി പൂൾ അല്ല, ബോൾ പൂൾ. പൂളാക്കിയിട്ട് അതിനുള്ളിൽ നിറച്ച് ബോൾ ഇട്ട് വെക്കുന്ന അല്ലേ? ഇത് ആക്ച്വലി വാങ്ങണമെന്ന് വിചാരിച്ച സാധനമല്ല. നമ്മളത് മേടിക്കണം, ഇതിനോട് കളിക്കാൻ കൊടുക്കണം എന്നൊക്കെ ഇത് വിചാരിച്ചു. തന്ന ആളോട് താങ്ക് യു പറയുന്നു. ഇതിനോട് ബോളും ഉണ്ട്. ഓ മൈ ഗോഡ്, ബേബി കൊറേ ബോൾസും പിന്നെ ഇതിന്റെ പൂളിയും നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് അതിനകത്തിട്ട് ഇവർക്ക് കളിക്കാൻ പറ്റും. ഓക്കെ, യെസ് അല്ലേ? ഹലോ, ഇതെന്തത്? താങ്ക് യു. ഓക്കെ, അപ്പൊ അത് ഓക്കെ, സോ നെക്സ്റ്റ് ബോക്സ് ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്യാൻ പോണേ. ഓക്കെ, നെക്സ്റ്റ് ബോക്സ് ഓപ്പൺ ചെയ്യാം. ഇതിലൊന്നും പേരില്ല, എല്ലാരും പേര് വച്ചിട്ടില്ല. യെസ്, ഇത് ആക്ച്വലി മൊബൈൽ ഫോൺ. ഈ മൊബൈല് ഇലുവിന് ഗിഫ്റ്റ് ആയിട്ട്, ഇലോന്റെ ആന്റിയാണ്, ഇലോന് ഗിഫ്റ്റ് കൊടുത്താണ്. പക്ഷെ അത് യൂസ് ചെയ്ത് നമ്മള് അതിന്റെ പരുവായിരുന്നു. യെസ്, അപ്പൊ നമുക്ക് വീണ്ടും കിട്ടി. ഇലു ബേബിയുടെ ഫോൺ തിരിച്ചു വന്നു. ഇലു ഹലോ പറയൂ കേട്ടോ. ഇതിലിപ്പോ ബാറ്ററി വർക്ക് ആവത്തുള്ളൂ. ഹലോ പറഞ്ഞേ, കോള് വരുന്നുണ്ട്. ഹലോ. ഇതില് ഓരോ ആനിമൽസിന്റെ സൗണ്ട് നമ്പർ ഉണ്ട്. അപ്പൊ ഇലു ഇങ്ങനെ പ്രസ് ചെയ്യും, ഓരോ ബട്ടണിലും ഇലു ഇങ്ങനെ പ്രസ് ചെയ്യും. അതിപ്പോ വേണേ കാണിച്ചു തരാം. ഇലുവിന് എന്റെ മൈക്ക് വേണം. ഇതാ ഫോൺ. ഹലോ, ഇലു ബേബിക്കാ. ഹലോ, ആരാ വിളിക്കുന്നേ? ഇലു ബേബിക്ക് കൊടുക്കണോ? ഓക്കെ ഓക്കെ, ഇലു ബേബി ഹലോ പറഞ്ഞേ. ഹലോ. ഇലു ബേബി ബട്ടൺ ഇങ്ങനെ പ്രസ് ചെയ്യും. അത് വളരെ ഇഷ്ടമാണ്. ഹലോ പറയുന്നുണ്ട്. ഹലോ. ഇതില് നമ്മൾ ബാറ്ററി പപ്പേനെ വിളിച്ചേ. ഹലോ പപ്പ എവിടെയാ? അപ്പൊ മുമ്പിലുണ്ട്, അതുകൊണ്ട് ഇപ്പൊ വിളിക്കുന്നില്ല. നെക്സ്റ്റ് ബോക്സ് ഇതിലും പേരില്ല. എനിക്ക് വയ്യ. Again and again, thank you so much everyone. നമ്മൾ വിളിച്ച ഓൾമോസ്റ്റ് എല്ലാരും വന്നു, ഫംഗ്ഷന് വന്നു. എല്ലാരും തന്നെ ഗിഫ്റ്റും കൊണ്ടുവന്നു. നമ്മൾ എക്സ്പെക്ട് ചെയ്തില്ല ഇത്രേ ഗിഫ്റ്റ് നമുക്ക് കിട്ടൂന്നുള്ളത് എക്സ്പെക്ട് ചെയ്തില്ല. എല്ലാരും ഹാപ്പി ആയിരുന്നു, നമ്മൾ ഹാപ്പിയാണ്, ഇലു ബേബി ഹാപ്പിയാണ്. അതെ അതെ അതെ, ഇലു ബേബി ഹാപ്പിയാന്ന് പറഞ്ഞു. സോ ഇലു ബേബി വലുതാവുമ്പോ ഫോണില് സംസാരിക്കാം. ആരാ ആരാ ആരാ? ഇലു ബേബിയുടെ അടുത്ത ബോക്സ് ആണ്. ഓക്കെ, തുറക്കാം. എല്ലായിടത്തും സൂക്ഷിക്കണം. ഹലോ ഇലു ബേബി എവിടെയാ? ശരിക്കും ഉണ്ടല്ലോ, നമ്മള് യൂട്യൂബിലൊക്കെ എവിടെയാ? ഇലു ഫോണിൽ സംസാരിച്ചോ? ഞാൻ വെച്ച് നോക്ക, ഇതെനിക്കാണോ? ഇലു ബേബിക്കാ. ഇലു ബേബി ഇത് കണ്ടോ? നല്ല രസമുണ്ട് കേട്ടോ. ഓർക്കുന്നില്ല ഇത് ആരൊക്കെ പെട്ടി തന്നെന്നുള്ളത്. ഫോട്ടോയിൽ എടുത്ത് ഞങ്ങൾ നോക്കേണ്ടി വരും. ഇതിവിടെ വെക്കട്ടെ, വെച്ചോട്ടെ. സോ ആ പെട്ടി കഴിഞ്ഞു. നെക്സ്റ്റ് ബോക്സ് നമുക്ക് എടുക്കാം. ഇത് 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 അടിപൊളിയാ. ഇതിന്റെ ഒപ്പം ഒരു ടെഡി ഉണ്ട്, അത് അവിടെയാണ്. ഒരു ചെറിയൊരു ഹാൻഡ് മെയ്ഡ് ചെയ്ത, ഇതിന്റെ പേരെന്തായിരുന്നു? വീഡിയോയിലൊക്കെ കണ്ടിട്ടില്ല ആൾക്കാർ ചെയ്യുന്നത്. ഹാൻഡ് മെയ്ഡ് ആയിട്ടൊക്കെ ചെയ്യാറുണ്ട് അല്ലെ? നല്ല പണിയാ ചെയ്യണമെങ്കിൽ. പക്ഷെ നല്ല സാധനം കേട്ടോ. കൊറേ ആൾക്കാര് ബേബി ഉണ്ടാകുന്ന ബേബീസിന് വേണ്ടി ചെയ്തു വെക്കുന്ന ഞാൻ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇത് നല്ല സാധനമാണ്. ഇലു സ്റ്റിൽ ഫോണിലാണ്. അതും അതിനോട് തന്നെ ഒരു ടോയ് ആണ്. അത് തന്നെ എനിക്കറിയാം. അത് തന്നത് നമ്മുടെ അല്ല, നമ്മുടെ ടവർ, നമ്മുടെ നൈബറാണ്. അടുത്ത ബോക്സ്. ഈ ഗിഫ്റ്റ് ബോക്സ് ഇതിൽ പേരുണ്ട്. ഈ ഗിഫ്റ്റ് ബോക്സ് ഇതിൽ പേരുണ്ട്. ഇത് ഇല്ലോറയുടെ ഫ്രണ്ട് ഇനാര തന്നാണ്. താങ്ക് യു ഇനാര. ഹാപ്പി ബർത്ത്ഡേ ടു ഡിയറസ്റ്റ് ആൻഡ് ക്യൂട്ടസ്റ്റ് ഇലോറ. ഇനാര ഇല്ലോറയുടെ ഫ്രണ്ട് ആണ്. കുഞ്ഞു ബേബിയാ.
ശരിക്കും ഇലുവിന്റെ ബർത്ത്ഡേക്ക് കൊറേ കുട്ടി പട്ടാളങ്ങളുണ്ട്. എല്ലാരും ഇലു ബേബിയുടെ ഒരു പോലെയാണ് ഇവിടെ. അല്ല, അവരെല്ലാരും നല്ല ഫ്രണ്ട്സ് ആണ്. ബർത്ത്ഡേ സെലിബ്രേഷൻ ആക്ച്വലി ഇവര് ഒത്തിരി കാലമായിട്ട് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നു. ഒരു 2 മാസം മുമ്പ് ഞങ്ങളെക്കാളും കൂടുതൽ എക്സൈറ്റഡ് അവരായിരുന്നു. ആയോ ബർത്ത്ഡേ ആയോ അങ്ങനെ. എന്റെ ഇലു ഇതൊക്കെ നമുക്കങ്ങ് വലിച്ചങ്ങ് തുറന്നാലോ? ഓക്കെ, അത് ഓപ്പൺ ആക്കുന്ന സമയത്ത് ഞാൻ അടുത്ത ബോക്സ് തുറക്കാം. ഇത് വോക്കി സ്റ്റിക്ക് പോലത്തെ. ഇതിന്റെ പേര് ബെറ്റി ദ ബട്ടർഫ്ലൈ ദ മ്യൂസിക്കൽ പുഷ് അലോങ് ടോയ്. ഇവര് നടക്കുമ്പോ ഇതാണ് ഇതിന്റെ പിക്ചർ. ഇത് ക്ലോസറ്റിൽ ഒന്ന് കാണിക്കുന്നത്. ഇതാണ് ഇതിന്റെ പിക്ചർ. ഇത് ബേബീസ് ആയതുകൊണ്ട് അവരുടെ പേരന്റ്സ് കറക്റ്റ് ഓരോ ഇതിന്റെ താഴെ ചക്രമുണ്ട്. ഇങ്ങനെ ഉരുട്ടി, നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ഒരു വട്ടത്തിൽ ഒരു സാധനം ഇല്ലായിരുന്നു, ഇങ്ങനെ ഉരുട്ടിക്കോ ഒരു റൗണ്ടിൽ ഒരു സാധനം. ആണോ? കുമ്പാറ്റി ഇങ്ങനെ പറക്കും. പാട്ട് മ്യൂസിക്കൽ പുഷ് ടോയ്. ഇതില് മ്യൂസിക് ഉണ്ട്. ഇല്ലേ, നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ പെരുന്നാളിനൊക്കെ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഓർമ്മയുണ്ട്. നമുക്കൊരു കമ്പയിൽ ഉരുട്ടിക്കൊണ്ട് പോകുന്നൊരു ഉണ്ട സാധനം ഇല്ലേ? പണ്ട് 90s കിഡ്സിന് അറിയാവുന്ന ഒരു സാധനം, പഴയ പാരകൊണ്ട് ചെരുപ്പ് ഇങ്ങനെ അങ്ങനെ ഒരു സാധനം. അഫോർഡബിൾ അല്ലാത്ത സമയത്ത് നമ്മള് ചെരുപ്പ് കയറും. സിമിലർ. ഇതൊന്ന് ഓപ്പൺ ചെയ്തേ. ഇത് ഗിഫ്റ്റ് കിട്ടിയപ്പോ തൊട്ട് ഗിഫ്റ്റ് ഹാമ്പർ ഇത് തന്നത് നമ്മുടെ സാറ് ഡെന്നി സാറിന്റെ ഫാമിലി വന്നപ്പോ അവർ 2-3 ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. ആ ഗിഫ്റ്റിന്റെ കൂട്ടത്തിൽ ഒരു ഗിഫ്റ്റ് ആണിത്. സോ ഞാനിത് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ഇത് ഹാമ്പർ ആണ്. സോ ഇതിനകത്ത് ഒത്തിരി സാധനങ്ങൾ അല്ല എങ്ങനെയും കയറട്ടെ. സ്വീറ്റ്സ് ഉണ്ട്, ഹണി ഉണ്ട്, കുറെ സ്നാക്സ് ഉണ്ട്. ഇനി ഇത് നിങ്ങൾ കാണുമ്പോ ഇങ്ങനെയൊന്നും അല്ല ഇത് പൊട്ടിക്കണ്ട, അങ്ങനെയൊന്നും വിചാരിക്കില്ല. ഇത് ചെയ്ത് ആനന്ദ്, അവരുടെ പേജാണ് ആനന്ദ്. ഇത് ഇങ്ങനെ ഇതെന്നാന്ന് വെച്ചാല് ക്ലാസിക് മസാല ചായ്, ഇന്ത്യൻ ഒറിജിൻ, മൈസൂർ പാക്ക്, പിന്നെ ഡെക്കോർ മീൻസ് മസാല വരുന്ന ക്യാൻഡിലിന്റെ. ഓക്കെ, അങ്ങനെ ഒത്തിരി കുറെ ഐറ്റംസ് ഉണ്ട് കേട്ടോ. കൂടുതലും ഈ കാൻബറി ഉണ്ട്, സ്വീറ്റ്സ് ഉണ്ട്, ഡേറ്റ്സ് ഉണ്ട്, പിന്നെ ഫുൾ ഫുഡ് ഐറ്റംസ് ആ. ഇത് ഇലൂന് യൂസ് ആവില്ല, ഇത് ഞങ്ങൾക്ക് യൂസ് ആവും. അത് ഇഷ്ടപ്പെട്ടില്ല പറഞ്ഞെന്ന് തോന്നുന്നു. ഇലൂന് യൂസ് ആവും. എന്റെ ഒരു പെട്ടി പോലെ ഞാൻ നിനക്ക് തരൂലെന്നാണ് ഇലു പറഞ്ഞത്. നെക്സ്റ്റ് ഇലൂനെ ഒന്ന് എടുത്തോ. ഇലൂനെ ഹാൻഡ് ഓവർ ചെയ്യേണ്ട സമയമായി. അക്ഷന. ഓക്കെ, നെക്സ്റ്റ് ഇതിന്റെ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ഉണ്ട്. ഇലൂന് കരയൊക്കെ ചെയ്യുമ്പോ ഹാപ്പി ബർത്ത്ഡേ വാവേ ഫ്രം പ്രിയ ആൻഡ് ഫാമിലി. പ്രിയ മാം ഞങ്ങളുടെ കോളേജിലെയാണ്. പ്രിയ മാമിന്റെ ഫാമിലി. ഇവര് ഇതുപോലത്തെ 2 ബോക്സ് ഉണ്ടായിരുന്നു. ഓപ്പൺ ചെയ്തേ. നല്ല ഉടുപ്പ, കോട്ടൺ. ഇത് കുറച്ച് ഇറക്കം കൂടില്ല, നമുക്ക് കുറച്ചുകൂടെ കഴിയുമ്പോ ഇല്ല ബേബിക്ക് ഇടാം. ആക്ച്വലി എല്ലാരും അങ്ങനെയാ തന്നേക്കുന്നത്. കാരണം കുറച്ചുകൂടെ കഴിഞ്ഞ തവണ ഒരു ഫംഗ്ഷൻ വന്നു കഴിഞ്ഞപ്പോ അതില് ഉള്ളത് 1 വയസ്സ് വരെ ഇടാനുള്ള ഉണ്ടായിരുന്നു. ഇനി ഇത് 2 വയസ്സ് വരെ ഇടാം. സ്വെറ്റർ ഇടാം. ഇവിടത്തെ നല്ല തണുപ്പാ, അപ്പൊ നമുക്ക് എന്തായാലും അത്യാവശ്യമുള്ള സാധനമാണ്. ഇത് മാത്രമല്ല, ഇതേപോലത്തെ ഒരു ബോക്സും കൂടെ 2 ബേബീസും തന്നായിരുന്നു. യെസ്, പ്രിയ മാമിന്റെ ഒക്കെയാണ് ഇത്. ഇത് ഓക്കെ. ഇത് ഇങ്ങനെയുള്ള ഉള്ളില് വരുന്ന അതും ഒരു ഉടുപ്പും രസമുണ്ട് കേട്ടോ. ഇത് ഇലൂന് ഇല്ലാത്ത ഒരു കളർ അല്ലേ? ഡാർക്ക് പിങ്ക്. ഇലൂനുണ്ട്, പക്ഷെ ലൈറ്റ് പിങ്ക് ആണ്. ഇത് ഡാർക്ക് പിങ്ക്. താങ്ക് യു സോ മച്ച്. ഓക്കെ, നെക്സ്റ്റ് അതെടുത്തു. ഇതാ ഇലൂന് ഗോൾഡ് ഒക്കെ ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ സൂം ചെയ്ത് കാണിച്ചു തരാം. ഇത് കിഡ്സ് ജ്വല്ലറി. ഓക്കെ, ഇത് ഞങ്ങൾ ഓൾറെഡി ഓപ്പൺ ചെയ്ത് കേട്ടോ. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോ ഇത് മലബാർ ഗോൾഡിന്റെ കിഡ്സ് ജ്വല്ലറി. ഇത് ഒരു സ്റ്റഡ്, ഇത് ഇയറിംഗ്സ് ഇല്ലേ, ഇത് വേറെ ഒരെണ്ണം. പിന്നെ അതിന്റെ ഉള്ളിൽ പിന്നെ ഉണ്ട് ഒരു ബോക്സ്, മലബാർ ഗോൾഡിന്റെ ഒരു ബോക്സ്. മൊത്തം നമുക്ക് 4 ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. നല്ല ഇതൊന്ന് സൂം ചെയ്ത് കാണിക്കണേ. ഓക്കെ, ഇത്
പിന്നെ ആ റിങ് അത് ഇതന്നെ മമ്മി വീട്ടിൽ നിന്ന് മമ്മി പപ്പയൊക്കെ കൊടുത്തു വിട്ടായിരുന്നു. ഒരു റിങ് സൂം ചെയ്തു. അവര് നേരത്തെ തന്നെ ഓൾറെഡി തന്നു വിട്ടതാ. ഓക്കെ, പിന്നെ കിട്ടിയോ? പിന്നെ ജോസൽ കസിന് വരണം. അപ്പൊ അങ്ങനെ ഇലൂന് 4 കമ്മല്, പിന്നെ മോതിരം, ഇതൊക്കെയാണ് കിട്ടിയേക്കുന്നത്. എവരിവൺ താങ്ക് യു സോ മച്ച്. അടുത്ത് നമുക്ക് ഇതെടുക്കാം. പിന്നെ ഇത് എനിക്കറിയാം, ഇത് മനോജേട്ടന്റെ ഗിഫ്റ്റാ. ഇത് എനിക്ക് ആദ്യം കൊണ്ടു തന്നായിരുന്നു. അപ്പൊ മനോജേട്ടന് താങ്ക് യു. ടെഡി നല്ല കളർ, ഇലൂന് ഇല്ലാത്ത ഒരു ടെഡി. അട്രാക്റ്റീവ് കളേഴ്സ്. ഇലൂന്റെ ടെഡി എല്ലാം വൈറ്റ്, പിങ്ക് അതായിരുന്നു. അപ്പൊ ഇലൂന്റെ കളറിൽ ഇല്ലാത്തൊരു ചെടി ഞങ്ങൾക്ക് ഡിഫറെന്റ് ആയിട്ട് കിട്ടി. ഇതൊക്കെ കഴിഞ്ഞു. സോ നെക്സ്റ്റ് പെട്ടി, നെക്സ്റ്റ് ബോക്സ്. ഇത് തന്ന ആളുടെ പേരില്ല കേട്ടോ, പക്ഷെ ഇത് പിന്നെ ഇത് ചിലത് കവറിന്റെ പുറത്തുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അവിടെ നിന്ന് എടുത്തോണ്ട് വന്നപ്പോ കവർ അങ്ങോട്ടും ഇങ്ങോട്ടും കറക്റ്റ് അറിയില്ല. ഞങ്ങളുടെ ഒരു വർഷം സക്സസ്ഫുള്ളി. ഷെറുജാനുണ്ട്. ഷെറുജാൻ എന്താ പറയാറുള്ളേ? ഷെറുജാന് പറ. താങ്ക് യു. താങ്ക് യു. ഇലു ഇടയ്ക്ക് ഒന്ന് വന്നു പോകുന്നുണ്ട്. ഇലുവിന്റെ എന്റെ ഏതെങ്കിലും പെട്ടി മിസ്സായോന്നാണ് ഇവിടെ വന്ന് നോക്കുന്നത് എനിക്ക് തോന്നുന്നു. എടുത്തിട്ട് ഇല്ല, ഇലുവിന്റെ ഒരു പെട്ടി പോലും ഞങ്ങൾ സ്വന്തമായി എടുക്കത്തില്ല. എല്ലാ ഇലുവിനുള്ളതാ, എല്ലാ ഇലുവിന്റെ. അവള് ചെക്കിങ്ങിന് വന്നതാ. ഏതെങ്കിലും പെട്ടി മിസ്സായിട്ടുണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കിയിട്ട് പോകും. അത്രയ്ക്ക് വിശ്വാസമാ എന്നെ. കണ്ടോ, ക്യൂട്ട്. ഓയ്യോടോ, അല്ലേ ഇലു, ഇത് നിനക്ക് ഇഷ്ടപ്പെട്ടോ? ഇത് നിനക്ക് ഇഷ്ടപ്പെടും. ഇത് ആര് തന്നാണ് എനിക്ക് ഇഷ്ടപ്പെടും. ഇതിന്റെ ശരിക്കും പേരെന്താ? അല്ല, ഈ ചെറുപ്പിനൊരു പേരുണ്ട്, ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയത്തില്ല. അറിയുന്നവര് ഗേൾസിന്റെ. പിന്നെ ഇത് ഒരു ആക്സസറി, ഹെയർ ആക്സസറീസ്. ഇതൊക്കെ ഞങ്ങൾ നല്ല ഫോട്ടോ എടുക്കും. ഫോട്ടോ എടുക്കും. ഓക്കെ, അപ്പൊ അത് അടിപൊളിയായി, ക്യൂട്ട് ആയിട്ടുണ്ട് അല്ലേ, നല്ല ഭംഗിയുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഒരു ഉടുപ്പ് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓക്കെ, യെസ്, വാ. ഇതാണ് ഒരു ഓറഞ്ച് ലൈറ്റ് കളർ അല്ലേ. അപ്പൊ ഇത് ആരാണെന്നൊന്നും അറിയില്ല, തന്നിട്ടുണ്ട്. നല്ല ഉടുപ്പാണ്. ഏകദേശം നമുക്ക് 1.5 ഇയറിലൊക്കെ ഇടാം. താങ്ക് യു സോ മച്ച്. ഇനി ആ ചെരുപ്പാണോ അലീന തന്നത് അറിയില്ല. ഇനി നെക്സ്റ്റ് ഇത് ഓപ്പൺ ചെയ്യാം. ഇതിൽ പേരുണ്ട് ഋഷിക. ഇതൊക്കെ ഇലോറന്റെ ഫ്രണ്ട്സ് ആണ്. താങ്ക് യു ഋഷിക ബേബി. ഏതാണെന്ന് അറിയില്ല. ടോയ്സ് ആണ്. ഒരു ആനക്കുട്ടിയുടെ ടോയ്. എലിഫന്റ് ആണ്, എലിഫന്റ്. ശരിക്കും ബേബീസിന്റെ ടോയ്സ് ഒക്കെ ഇതിന് സൗണ്ട് കേൾക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഉണ്ട്, എന്തോ ഒരു ടോയ് ആണ്. ബേബീസിന്റെ ടോയ്സ് ഒക്കെ നമ്മൾ ഇപ്പോഴാണ് കാണുന്നത്, കാലത്തിന് ശേഷം. ഓക്കെ, ഇലു വന്നതിന് ശേഷം ഇവിടെ വീട് നിറച്ച ടോയ്സ് ആയത്. ആനക്കുട്ടി ഇവിടെ വെക്കാം. ഓക്കെ, അങ്ങനെ അത് കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ്